ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഫ്രിഡ്ജ് ക്ലീനിങ്ങിൻ്റെ വീഡിയോ ആണ്. എല്ലാവരും നനച്ചുള്ളിപ്പണിയൊക്കെ തുടങ്ങിയോ അതോ കഴിഞ്ഞോ? അപ്പോൾ എൻ്റെതൊന്നും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഫ്രിഡ്ജ് ക്ലീനിങ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മളെ സ്വിച്ചൊക്കെ ഓഫ് ചെയ്ത്, അപ്പം വയറൊന്നും നമ്മൾ കുത്തി വെക്കരുത്. അപ്പോൾ അതൊക്കെ ഫ്ലഗൊക്കെ എടുത്തിടണം. നമ്മൾ ഫസ്റ്റ് തുടങ്ങുമ്പോൾ ഓഫ് ചെയ്തിട്ടാൽ മാത്രം പോരാ, വയറൊക്കെ ഊരിടന്നെ വേണം. ഫ്രിഡ്ജിൻ്റെ ഉള്ളത്തെ സാധനങ്ങൾ ഒരുവിധം കഴിയാനാവുമ്പോഴാട്ടോ ഞാൻ ഫ്രിഡ്ജ് ക്ലീനിങ് ആയിട്ട് വരല്ലേ. ഇപ്പോൾ പിന്നെ റമദാനൊക്കെ ആയില്ലേ, അപ്പോൾ ഒന്ന് നമുക്ക് ഫ്രിഡ്ജിനൊന്ന് പുതുക്കിയെടുക്കാം. അപ്പോൾ ഇന്ന് കുക്കിംഗ് ആയിട്ടൊന്നും അല്ല കേട്ടോ വരവ്. അങ്ങനെ നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണം എല്ലാവരും ഫസ്റ്റ് എന്നൊന്ന് ലൈക്ക് അടിച്ചോണ്ട് കേട്ടോ. പിന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഫ്രിഡ്ജിൻ്റെ ഉള്ളത്തെ ഷീറ്റ് ഫുള്ള് നമ്മളെ ഗ്ലാസ് ഫുള്ള് മൂടോളം എന്താ പറയുക കവർ ചെയ്യോളം ഇല്ല കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലത്തെ എല്ലാ തട്ടുകളും പുറത്തെടുത്ത് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തുങ്ങാണ്ട് എന്നിട്ട് വേണം അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ. നമ്മളെ തട്ടുകളൊക്കെ കഴുകിങ്ങാണ്ട് വെള്ളം ചോരാൻ വെച്ചിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ക്ലീനിങ് കഴിയുമ്പോഴത്തേന് അതൊക്കെ നല്ലോണം വെള്ളം തോർന്ന് വന്നോളും. അപ്പോൾ ഞാൻ ഒരു കപ്പ് വെള്ളത്തേക്ക് 1/4 കപ്പ് സുർക്കല്ലേ വിനാഗിരി അത് ഒഴിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് ക്ലീനിങ് ലിക്വിഡ് ഉണ്ടല്ലോ നമ്മൾ ക്ലീൻ ചെയ്യണ ലിക്വിഡ്, അതും കുറച്ച് ഒഴിച്ചു കൊടുത്ത്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മൾ സ്പ്രേ ബോട്ടിൽ ഉണ്ടാവുമല്ലോ ഹൈക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് വെച്ചുകൊണ്ടാണ് ഞാൻ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യണത്. അപ്പോൾ അതിൽ ഞാൻ ആദ്യം ഉണ്ടാക്കി വെച്ചത് കുറച്ചുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് കാണാൻ വേണ്ടി കുറച്ചും കൂടി ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പം ഞാൻ ഈ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്യലിതാണ്. അപ്പോൾ നമ്മൾ ഫിഷോ അല്ല ബീഫോ എന്താണെങ്കിലും നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിലും ഇതുകൊണ്ട് ക്ലീൻ ചെയ്താൽ നമ്മളെ കിച്ചണൊന്നും സ്മെല്ലുണ്ടാവില്ല. അപ്പോൾ ഞാൻ ഈ ലിക്വിഡ് വെച്ച് കണ്ടിട്ടോ കൈകൽ. അപ്പം ഫ്രിഡ്ജിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം സ്പ്രേ ചെയ്തുകൊണ്ട് 2-3 പ്രാവശ്യമായിട്ട് നമ്മളെ ക്ലോത്ത് ഉണ്ടല്ലോ അതൊക്കെ നല്ലോണം കഴുകിയിട്ട് പിന്നെയും തുടച്ചെടുക്കുകയാണ്. നമ്മളെ ഫ്രിഡ്ജിൻ്റെ ചുറ്റുഭാഗത്തുള്ള വാഷർ ഉണ്ടല്ലോ അത് കുറേ കഴിയുമ്പോൾ അങ്ങനെ കരിമ്പനടിച്ച മാതിരി ആവുമല്ലോ. അപ്പോൾ അത് നല്ലോണം ഞാൻ ബ്രഷ് ഇട്ട് നമ്മൾ പല്ലൊക്കെ തേക്കണ ബ്രഷ് ഉണ്ടല്ലോ അത് പഴയതുണ്ടാവുമല്ലോ ഒഴിവാക്കിയത് അതിട്ടുങ്ങാണ്ട് നല്ലോണം ഉരക്കണം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നല്ലോണം കണ്ടമാനം ചളി ഇറങ്ങി വരും കേട്ടോ. നമ്മൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യും, ഈ വാഷറൊന്നും എപ്പോഴും നമ്മൾ ക്ലീൻ ചെയ്യൂലല്ലോ. അപ്പം അങ്ങനെ ഉരച്ചെടുത്താൽ നല്ല ക്ലീനായി കിട്ടും. കണ്ടോ, ആ കരിമ്പനേ കാണൂല. പിന്നെ ഞാൻ ഈ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഫുഡ് ഐറ്റംസ് വെക്കൽ വളരെ കുറവാണ് കേട്ടോ. ഞാൻ പച്ചക്കറി അതേപോലെ ഫ്രൂട്ട്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെക്കലുള്ളൂ. അല്ലാതെ നമ്മൾ കറി വെച്ചതോ പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ ഫുഡ് ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയൊക്കെ അങ്ങനെ ഞാൻ ഉണ്ടാക്കി വെക്കാറില്ല. കാരണം പാകത്തിന് നമുക്ക് കഴിക്കാനനുസരിച്ച് ഉണ്ടാക്കലുള്ളൂ. പിന്നെ നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളൊക്കെ തുടക്കാനെടുക്കുമ്പോൾ നല്ല ക്ലീനായ ക്ലോത്ത് വെച്ചുകൊണ്ട് തുടക്കണം. അപ്പോൾ ഫസ്റ്റ് ഡോറ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞത് 2ാമത്തെ ഡോറാണ്.
അങ്ങനെ ഫ്രിഡ്ജിൻ്റെ ഉള്ളൊക്കെ 2-3 വട്ടമായിട്ട് തുടച്ചെടുത്തു കേട്ടോ. അപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് അപ്പം നമുക്ക് തട്ടുമ്മേ നമ്മളാ ഗ്ലാസിൻ്റെ തട്ടുണ്ടല്ലോ അതിമ വെക്കാൻ ഒരു ഷീറ്റ് ഉണ്ട് കേട്ടോ, അത് കട്ട് ചെയ്ത് കണ്ട് വെക്കുകയാണ്. അപ്പോൾ നമ്മളെ കടയിൽ നിന്ന് തന്നെയാണ് ഇത് എടുത്തത്. ഇത് നല്ലൊരു ഉപകാരമുള്ളൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ നമ്മളെ തട്ടിനനുസരിച്ച് കട്ട് ചെയ്ത് അതിമ വെക്കുകയാണ്. അപ്പോൾ എന്താണ് അതിമൊക്കെ നമ്മളെ ഫുഡ് ഐറ്റംസ് ഒക്കെ ചാടുകയാണെങ്കിൽ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ നല്ല ഉപകാരമുള്ളൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ഗ്ലാസ്സൊക്കെ വെള്ളം ചോർന്നിരുന്നാലും നല്ലോണം ഒന്ന് ഉണങ്ങിയ ക്ലോത്ത് വെച്ചങ്ങാണ്ട് തുടച്ചെടുക്കുകയാണ്. അങ്ങനെ തട്ടൊക്കെ വെച്ചങ്ങാണ്ട് അതിനനുസരിച്ച് വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ നമ്മളെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലത്തെ ക്ലീനിങ്ങും അതേപോലെ തട്ടുകളൊക്കെ വെച്ച് അതിൻ്റെ മുകളിലെ ഷീറ്റൊക്കെ വിരിച്ചു അടിപൊളി ഉഷാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചുകൊടുക്കാം. അപ്പം മസാലപ്പൊടികൾ ഉണ്ടാവും, സാമ്പാർ പൊടി, ചിക്കൻ മസാല, ബീഫ് മസാല, അങ്ങനെയുള്ള മസാലകളൊക്കെ പൊട്ടിച്ചാത്ത ഐറ്റംസ് ഒരു ബോക്സിലാക്കി അങ്ങനെ വെക്കും, പൊട്ടിച്ച ഐറ്റംസ് വേറെ ബോക്സിലാക്കി അങ്ങനെ വെക്കും. ഇപ്പം പിന്നെ അതിന് മാത്രം ഫ്രിഡ്ജിൽ സാധനങ്ങളില്ല, പച്ചക്കറിയൊക്കെ ഒരുവിധം തീർന്നിക്കണം. അപ്പം ഇനി കൊണ്ടുവന്നിട്ട് വേണം. അപ്പം അങ്ങനെ കഴിയുമ്പോഴാണ് ഞാൻ ഒന്നാമത് ക്ലീനിങ് ചെയ്യൽ. ഫ്രിഡ്ജിൻ്റെ ഉള്ളൊക്കെ സെറ്റാക്കണം കേട്ടോ. അപ്പോഴാണ് പുറഭാഗം ക്ലീൻ ചെയ്തിട്ടില്ലല്ലോ എന്നുള്ള ഓർമ്മ വന്നത്. അപ്പോൾ പിന്നെ മുകൾ ഭാഗം കണ്ടോ പൊടി പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ആ കൈയൊന്നും അതിൻ്റെ മുകൾക്ക് എത്തൂലല്ലോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കട്ടെ. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഫുൾ ഭാഗം കവർ ചെയ്തുന്ന രീതിയിൽ പുറവും സൈഡും ഒക്കെ തുടച്ചെടുത്തു കേട്ടോ. ഫ്രിഡ്ജ് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. അപ്പം നമുക്ക് അടുത്ത ഫ്രിഡ്ജും കൂടി ക്ലീൻ ചെയ്യാനുണ്ട്. ഇത് നമ്മളെ കേക്കിൻ്റെ ഫ്രിഡ്ജാണ് കേട്ടോ. കേക്കിൻ്റെ എല്ലാ ഐറ്റംസും കുറച്ചൊക്കെ തീർന്നു പോയിക്കണം, ക്രീം തന്നെ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് പുറത്തെടുത്തുകൊണ്ട് ഇതും അതേമാതിരി ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യണേ ഞാൻ അങ്ങനെ കാണിക്കണില്ല കേട്ടോ, നമ്മളെ വീഡിയോ ഒരുപാട് ലെങ്ത് ആവും. ഇതും അതേമാതിരി ഫ്ലഗൊക്കെ ഉരുട്ടുങ്ങാണ്ട് തുടങ്ങുകയാണ്. ഞാൻ ഈ കടല, പയർ, മമ്പയർ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, പയർ വർഗ്ഗങ്ങൾ, അതൊക്കെ നമ്മളിങ്ങനെ ബോട്ടിലാക്കി വെച്ചാൽ അങ്ങനെ ഒരു സൈസ് കറുത്ത ജന്തുക്കൾ വന്നിങ്ങനെ ഇരിക്കുമല്ലോ, എന്താ അപ്പം അതിന് പറയുക, കുറിഞ്ചാത്തന് എന്നൊക്കെ പറയും ഞങ്ങളവിടെ കേട്ടോ. ഈ ഫ്രിഡ്ജിൻ്റെ ഇടയിലുള്ള പച്ചക്കറി ബോക്സ് ഉണ്ടല്ലോ, അത് പിന്നെ കാലിയായി കിടക്കാണ്. എൻ്റെ പച്ചക്കറി മറ്റേ ഫ്രിഡ്ജിലാണല്ലോ, അപ്പോൾ ഞാൻ ഈ ബോക്സിക്ക് ആക്കി വെക്കലാണ്. അപ്പോൾ പിന്നെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല, നല്ല ക്ലീനായി നല്ല ഉഷാറിൽ തന്നെ നിൽക്കും കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചാൽ. അതേപോലെ കട്ടിംഗ് ബോർഡ് ഉണ്ടല്ലോ, പൂപ്പൽ വരില്ല ഫ്രീസറിൽ വെച്ചാൽ. അപ്പോൾ അതും ഞാൻ നമ്മളെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഉപകാരം കഴിഞ്ഞാൽ ഞാൻ ഫ്രീസർക്ക് വെക്കലാണ്. അങ്ങനെ നമ്മളെ 2 ഫ്രിഡ്ജ് ക്ലീനിങ്ങും കഴിഞ്ഞു. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ എല്ലാവരും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അച്ഛൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ലൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.